സ്വന്തമായ ഒരു വീട് എന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു വീട് പണിയുന്നത് സാമ്പത്തികമായി വലിയൊരു ബാധ്യത തന്നെയാണ്. എന്നാൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും സ്വന്തമായി സുരക്ഷിതമായ ഒരു വീട് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വലിയൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അഥവാ PMAY. ഈ 2026 നിങ്ങൾ ഒരു വീടിനായി അപേക്ഷിക്കാനിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പദ്ധതിയുടെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്ര രൂപ സഹായം ലഭിക്കും, എന്തൊക്കെ രേഖകൾ കയ്യിൽ കരുതണം എന്ന് വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായും കാണണം. ആദ്യം തന്നെ എന്താണ് ഈ പദ്ധതി എന്ന് നോക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീട് വെക്കാനും ഉള്ള വീട് പുതുക്കി പണിയാനും സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണിത്. ഇത് നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് PMAY അർബൻ എന്നും ഗ്രാമപ്രദേശങ്ങൾക്കുള്ളവർക്ക് PMAY ഗ്രാമീൺ എന്നും രണ്ട് വിഭാഗങ്ങളിലായാണ് നടപ്പിലാക്കുന്നത്. 2024 അവസാനിക്കേണ്ടിയിരിക്കുന്ന ഈ പദ്ധതി ഇപ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങളോടെ നീട്ടിയിരിക്കുകയാണ്. അടുത്തത് ആർക്കൊക്കെയാണ് ഈ സഹായം ലഭിക്കുക എന്ന് നോക്കാം. ഇതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമതായി, അപേക്ഷകന്റെയോ കുടുംബാംഗങ്ങളുടെയോ പേരിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്വന്തമായി അടച്ചുറപ്പുള്ള വീടുണ്ടാകാൻ പാടില്ല. രണ്ടാമതായി, നിങ്ങളുടെ വാർഷിക വരുമാനം നിശ്ചിത പരിധിയിൽ താഴെയായിരിക്കണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, അതായത് വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർ, കുറഞ്ഞ വരുമാനമുള്ളവർ, അതായത് 3 മുതൽ 6 ലക്ഷം വരെ വരുമാനമുള്ളവർ എന്നിങ്ങനെയാണ് ഇതിന്റെ തരംതിരിവ്. കൂടാതെ മുൻപ് ഏതെങ്കിലും സർക്കാർ ഭവന പദ്ധതികളുടെ ആനുകൂല്യം കൈപ്പറ്റിയവരും ആകരുത്. അപേക്ഷകർക്ക് ആധാർ കാർഡ് നിർബന്ധമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര രൂപയാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ വീട് വെക്കുന്നവർക്ക് ഏകദേശം 1,20,000 രൂപ മുതൽ 1,30,000 രൂപ വരെയാണ് നേരിട്ടുള്ള സഹായം ലഭിക്കുന്നത്. ഇതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 95 ദിവസത്തെ തൊഴിൽ കൂലിയും ശുചിമുറി നിർമ്മാണത്തിനായി 12,000 രൂപയും അധികമായി ലഭിക്കും. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ലൈഫ് മിഷനുമായി ചേർന്നാണ് പലപ്പോഴും ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം തുകയിൽ വ്യത്യാസങ്ങൾ വരാം. നഗരപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ബാങ്ക് ലോൺ എടുക്കുമ്പോൾ അതിന്റെ പലിശയിൽ ഇളവ് ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി. എന്നാൽ 2026 പുതിയ മാറ്റങ്ങൾ പ്രകാരം നേരിട്ടുള്ള ധനസഹായത്തിനാണ് മുൻഗണന നൽകുന്നത്. പദ്ധതിക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയാം. നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, വരുമാന സർട്ടിഫിക്കറ്റ്, നിലവിൽ താമസിക്കുന്ന വീടിന്റെ വിവരം തെളിയിക്കുന്ന രേഖ, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഒരു ഫോട്ടോ എന്നിവയാണ് പ്രധാനമായും വേണ്ടത്. ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ നൽകാം. നഗരപ്രദേശങ്ങളിലുള്ളവർ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ് ബന്ധപ്പെടേണ്ടത്. ഇപ്പോൾ ഓൺലൈൻ വഴിയും അപേക്ഷിക്കാൻ സൗകര്യമുണ്ട്. അപേക്ഷിക്കുമ്പോൾ സാധാരണയായി ആളുകൾക്ക് പറ്റുന്ന ചില തെറ്റുകൾ കൂടി ഇനി പറയാം. ആധാർ കാർഡിലെ പേരും റേഷൻ കാർഡിലെ പേരും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. കാരണം തുക നേരിട്ട് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. നിങ്ങളുടെ വാർഷിക വരുമാനം തെറ്റായി കാണിച്ചാൽ അപേക്ഷ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ മാത്രം നൽകുക. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പദ്ധതിക്ക് കാലാവധി ഉണ്ടോ എന്ന്. 2026 ഡിസംബർ വരെ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. എങ്കിലും കൃത്യമായ അവസാന തീയതികൾ നിങ്ങളുടെ ലോക്കൽ അക്ഷയ കേന്ദ്രങ്ങളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ചോദിച്ച് ഉറപ്പുവരുത്തണം. ഓരോ സാമ്പത്തിക വർഷവും നിശ്ചിത എണ്ണം വീടുകൾ മാത്രമാണ് അനുവദിക്കുക. അതുകൊണ്ട് വൈകാതെ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ നൽകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഭൂമി ഉണ്ടെങ്കിൽ അവിടെ വീട് വെക്കാൻ ഈ സഹായം വലിയൊരു മുതൽക്കൂട്ടാകും. അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങളുടെ അപേക്ഷയുടെ അവസ്ഥ ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും സാധിക്കും. PMAY ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യാം. സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അപേക്ഷിച്ചാൽ ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സ്വന്തമായി വീടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കും ഇതൊരു സഹായമാകും.